അതിലാദ്യത്തേതായ വെൽക്കം ഡ്രിങ്ക് വരെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതിൽ തന്നെ ആഘോഷങ്ങളുടെ വലിപ്പമനുസരിച്ച് ഒന്നിലധികം വെറൈറ്റിയിലുള്ളവ നൽകുന്നത് മുതൽ ഇലയിൽ സദ്യ വിളമ്പുന്നത് വരെ എല്ലാം ക്രമം തെറ്റാതെ നടത്തേണ്ടതും വളരെ നിഷ്ഠയർഹിക്കുന്നു. ഒപ്പം വിഭവങ്ങളെ അറിയിക്കുന്ന മെനു കാർഡും. ഇങ്ങനെയെല്ലാം നീളുന്ന ഈ രീതിയുടെ ഫലങ്ങൾ ഓരോരുത്തരുടെയും നാവിൻ തുമ്പിൽ എത്തി മടങ്ങുമ്പോൾ അതുതന്നെയാണ് തൻ്റെ വിജയം എന്ന് പറയുന്ന അനിൽകുമാർ വിവിധ പ്രായക്കാരെ കണ്ടുകൊണ്ട് വേണം ഓരോ ആഘോഷങ്ങളുടെ വിഭവങ്ങളും തയ്യാറാക്കാനെന്നും പറയും. ഇപ്പോൾ എവിടെ ചെന്നാലും ഇപ്പോൾ കല്യാണത്തിന് അവർ പറയുന്നത് കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് ഇപ്പം ഡെസേർട്ട് തന്നെ ഐസ്ക്രീം വേണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി എന്ന് തന്നെ അവർ പറയാറുണ്ട്. കുട്ടികൾക്ക് താല്പര്യം അതല്ലേ, ഡെസേർട്ട് ഐസ്ക്രീം മതി, പായസം വേണ്ട. നോൺ വെജ് ആണെങ്കിൽ ചില്ലി ചിക്കൻ മതി, ചിക്കൻ കറി വേണ്ട, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചില്ലി ചിക്കൻ. അങ്ങനെയൊക്കെ ഉള്ള ഒരു മാറ്റങ്ങൾ പ്ലാനിങ്ങിൽ ഉണ്ടാവാറുണ്ട്. അത് കസ്റ്റമറുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പറയാറുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഞങ്ങളുടെ അഭിപ്രായവുമായിട്ട് അങ്ങനെയാണ് മെനു ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്ര മോഡേൺ നമുക്ക് വെസ്റ്റേണോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യനോ ചൈനീസോ എന്ത് ഫുഡ് വന്നാലും നമ്മുടെ തനി നാടൻ എന്ന് പറയുന്ന ദോശ, തട്ടുദോശ, രസവട, പുട്ട്, കടല, അതിനോടൊക്കെ കപ്പ, മുളക് ചമ്മന്തി, കാന്താരി മുളക് ചമ്മന്തി, ഇതിനോടാണ് ആൾക്കാർക്ക് വളരെ. ഇപ്പം ഞാൻ ഒരു ബൊഫേ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ദോശ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. ഏറ്റവും ക്രൗഡ് വരുന്നതും ദോശ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. ഫ്രൈഡ് റൈസോ ചിക്കനോ എന്തുണ്ടെങ്കിലും ദോശ, വെറൈറ്റി ഓഫ് ദോശ ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് താല്പര്യം അതിനോടാണ്. നാടൻ വിഭവത്തിനോടുള്ള താല്പര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. അതുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഏറ്റവും നല്ല ക്രൗഡ് ഉണ്ടാകും. അതിലാദ്യത്തേതായ വെൽക്കം ഡ്രിങ്ക് വരെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതിൽ തന്നെ ആഘോഷങ്ങളുടെ വലിപ്പമനുസരിച്ച് ഒന്നിലധികം വെറൈറ്റിയിലുള്ളവ നൽകുന്നത് മുതൽ ഇലയിൽ സദ്യ വിളമ്പുന്നത് വരെ എല്ലാം ക്രമം തെറ്റാതെ നടത്തേണ്ടതും വളരെ നിഷ്ഠയർഹിക്കുന്നു. ഒപ്പം വിഭവങ്ങളെ അറിയിക്കുന്ന മെനു കാർഡും. ഇങ്ങനെയെല്ലാം നീളുന്ന ഈ രീതിയുടെ ഫലങ്ങൾ ഓരോരുത്തരുടെയും നാവിൻ തുമ്പിൽ എത്തി മടങ്ങുമ്പോൾ അതുതന്നെയാണ് തൻ്റെ വിജയം എന്ന് പറയുന്ന അനിൽകുമാർ വിവിധ പ്രായക്കാരെ കണ്ടുകൊണ്ട് വേണം ഓരോ ആഘോഷങ്ങളുടെ വിഭവങ്ങളും തയ്യാറാക്കാനെന്നും പറയും. ഇപ്പോൾ എവിടെ ചെന്നാലും ഇപ്പോൾ കല്യാണത്തിന് അവർ പറയുന്നത് കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് ഇപ്പം ഡെസേർട്ട് തന്നെ ഐസ്ക്രീം വേണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി എന്ന് തന്നെ അവർ പറയാറുണ്ട്. കുട്ടികൾക്ക് താല്പര്യം അതല്ലേ, ഡെസേർട്ട് ഐസ്ക്രീം മതി, പായസം വേണ്ട. നോൺ വെജ് ആണെങ്കിൽ ചില്ലി ചിക്കൻ മതി, ചിക്കൻ കറി വേണ്ട, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചില്ലി ചിക്കൻ. അങ്ങനെയൊക്കെ ഉള്ള ഒരു മാറ്റങ്ങൾ പ്ലാനിങ്ങിൽ ഉണ്ടാവാറുണ്ട്. അത് കസ്റ്റമറുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പറയാറുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഞങ്ങളുടെ അഭിപ്രായവുമായിട്ട് അങ്ങനെയാണ് മെനു ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്ര മോഡേൺ നമുക്ക് വെസ്റ്റേണോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യനോ ചൈനീസോ എന്ത് ഫുഡ് വന്നാലും നമ്മുടെ തനി നാടൻ
അതിലാദ്യത്തേതായ വെൽക്കം ഡ്രിങ്ക് വരെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതിൽ തന്നെ ആഘോഷങ്ങളുടെ വലിപ്പമനുസരിച്ച് ഒന്നിലധികം വെറൈറ്റിയിലുള്ളവ നൽകുന്നത് മുതൽ ഇലയിൽ സദ്യ വിളമ്പുന്നത് വരെ എല്ലാം ക്രമം തെറ്റാതെ നടത്തേണ്ടതും വളരെ നിഷ്ഠയർഹിക്കുന്നു. ഒപ്പം വിഭവങ്ങളെ അറിയിക്കുന്ന മെനു കാർഡും. ഇങ്ങനെയെല്ലാം നീളുന്ന ഈ രീതിയുടെ ഫലങ്ങൾ ഓരോരുത്തരുടെയും നാവിൻ തുമ്പിലെത്തി മടങ്ങുമ്പോൾ അതുതന്നെയാണ് തൻ്റെ വിജയം എന്ന് പറയുന്ന അനിൽകുമാർ വിവിധ പ്രായക്കാരെ കണ്ടുകൊണ്ടു വേണം ഓരോ ആഘോഷങ്ങളുടെ വിഭവങ്ങളും തയ്യാറാക്കാനെന്നും പറയുന്നു. ഇപ്പോൾ എവിടെ ചെന്നാലും ഇപ്പോൾ കല്യാണത്തിന് അവർ പറയുന്ന കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് ഇപ്പം ഡെസേർട്ട് തന്നെ ഐസ്ക്രീം വേണം എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടി എന്ന് തന്നെ അവർ പറയാറുണ്ട്. കുട്ടികൾക്ക് താല്പര്യം അതല്ലേ, ഡെസേർട്ട് ഐസ്ക്രീം മതി, പായസം വേണ്ട. നോൺ വെജ് ആണെങ്കിൽ ചില്ലി ചിക്കൻ മതി, ചിക്കൻ കറി വേണ്ട, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചില്ലി ചിക്കൻ. അങ്ങനെയൊക്കെ ഉള്ള ഒരു മാറ്റങ്ങൾ പ്ലാനിങ്ങിൽ ഉണ്ടാവാറുണ്ട്. അത് കസ്റ്റമറുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പറയാറുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഞങ്ങളുടെ അഭിപ്രായവുമായിട്ട് അങ്ങനെയാണ് മെനു ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എത്ര മോഡേൺ നമുക്ക് വെസ്റ്റേണോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യനോ ചൈനീസോ എന്ത് ഫുഡ് വന്നാലും നമ്മുടെ തനി നാടൻ എന്ന് പറയുന്ന ദോശ, തട്ടുദോശ, രസവട, പുട്ട്, കടല, അതിനോടൊക്കെ കപ്പ, മുളക് ചമ്മന്തി, കാന്താരി മുളക് ചമ്മന്തി, ഇതിനോടാണ് ആൾക്കാർക്ക് വളരെ. ഇപ്പം ഞാൻ ഒരു ബൊഫേ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ദോശ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. ഏറ്റവും ക്രൗഡ് വരുന്നതും ദോശ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. ഫ്രൈഡ് റൈസോ ചിക്കനോ എന്തുണ്ടെങ്കിലും ദോശ, വെറൈറ്റി ഓഫ് ദോശ ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് താല്പര്യം അതിനോടാണ്. നാടൻ വിഭവത്തിനോടുള്ള താല്പര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. അതുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഏറ്റവും നല്ല ക്രൗഡ് ഉണ്ടാകും. അതെ, ഇന്ന് ഈ രംഗത്ത് നൂതനമായതും നമ്മുടെ ഗൃഹാതുരത്വ ഓർമ്മകളെ വിളിച്ചുണർത്തുന്നതുമായ നാടൻ തട്ടുകടകൾ ആഘോഷങ്ങൾക്കിടയിൽ വളരെ ആകർഷണീയമായി മാറിയിരിക്കുന്നു. ചായ മുതൽ പുട്ടും കടലയും കപ്പയും വിവിധ തരം ദോശകളും ഈ വിഭാഗത്തിലൂടെ ജനങ്ങളെ ആകർഷിക്കുമ്പോൾ രീതിയിൽ അത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഇപ്പം പകുതി പേര് വന്നു അല്ലെങ്കിൽ പറഞ്ഞ നമ്പറിനേക്കാൾ ആൾ കൂടിപ്പോയി എന്ന് പറഞ്ഞ് പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ ഫുഡ് എന്നൊന്നും പറയുന്നതല്ല. അവിടെ ഭംഗിയാക്കുക. അത് നമുക്ക് അങ്ങനെ ആൾ കൂടുതലാണെന്ന് തോന്നിയാൽ അതിനപ്പം തന്നെ നമുക്ക്, കാരണം അതാണ് നമ്മുടെ പണിക്കാരുടെ വിജയം, അതാണ്. അപ്പം തന്നെ ഒരു എന്താണോ ചെയ്യേണ്ടത് ഒരു തീരുമാനം എടുത്ത് ഉടനെ അങ്ങ് ചെയ്യുക, അതിനൊരു സമയം നോക്കി നിൽക്കുക, അങ്ങനെ എന്താണ് അത് അവരുടെ ഒരു കഴിവുകൊണ്ട് ഭംഗിയായി പോകും. ഇങ്ങനെ ഈ രംഗത്തെ വേറിട്ട വഴികളിലൂടെയെല്ലാം സഞ്ചരിക്കുന്ന ഇദ്ദേഹം മലയാളികളുടെ ഓണസദ്യയിലേക്കും ചേക്കേറിയിരിക്കുകയാണ്. പഴമക്കാർ പറഞ്ഞു തന്നതുപോലെ വയർ നിറയണമെങ്കിൽ സദ്യ ഉണ്ണണം, മനസ്സ് നിറയണമെങ്കിൽ ഓണസദ്യ ഉണ്ണണം. അതെ, മലയാളികൾ ഓണസദ്യ ഉണ്ണാനുള്ള തയ്യാറെടുപ്പിന്റെ വട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഇഞ്ചിയും മാങ്ങയും ഓലനും കാളനും നല്ല പച്ച എണ്ണ ഒഴിച്ച അവിയലും വയറിന് നൽകുന്ന നിറവിന്റെ ഘനഗംഭീരതയും അടപ്രഥമനുകളുടെ ശർക്കര പെരുമയും കൊണ്ട് ഒരുക്കുന്ന ഓണസദ്യ ഇവിടെ ഓരോ കുടുംബത്തിനായി ഒരുക്കുകയാണ് ഇദ്ദേഹം. 5 പേർക്ക് വീതം പ്രത്യേകം കണ്ടെയ്നറുകളിലായി ഒരുക്കി ഒരു കിറ്റിലാക്കി നൽകുന്ന ഓണസദ്യ ഇതിനകം തന്നെ വളരെ പ്രചാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇവയ്ക്കെല്ലാം തന്നോടൊപ്പം നിൽക്കുന്ന സഹപ്രവർത്തകരുടെ ഉന്നമനം കൂടി ലക്ഷ്യം വയ്ക്കുന്ന ഇദ്ദേഹം ഇതിനോടൊപ്പം നിൽക്കുന്ന തലങ്ങളിലേക്കു കൂടി ഇറങ്ങാൻ ഒരുങ്ങുകയാണ്. ഇനി ഞാൻ വളരുന്നേക്കാൾ കൂടുതൽ എൻ്റെ കൂടെയുള്ളവരെ, എൻ്റെ കൂടെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് ഞാൻ അനുഭവിക്കുന്ന
ഏകദേശമുള്ള സൗകര്യങ്ങൾ അവർക്കും കിട്ടുക, അതാണ് എൻ്റെ മെയിൻ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ആഗ്രഹം ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. രണ്ട് മേഖലയാണെങ്കിൽ പോലും അതൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളത് കൊണ്ട് ഹോട്ടലിൻ്റെ അതും ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല. ഇങ്ങനെ നീളുന്ന ഒരു ദിവസത്തെ നീണ്ട പ്രവർത്തനങ്ങൾക്ക് വിരാമമിടുന്നത് ഈശ്വരന്റെ മുമ്പിലെ ഈ പ്രാർത്ഥനയിലൂടെയാണ്. ഈ വിജയങ്ങളെല്ലാം തനിക്ക് ഓരോന്നായി സമ്മാനിച്ചു തന്ന ഇവർക്ക് മുമ്പിൽ കൈകൂപ്പി ഇനി തിരികെ വീട്ടിലേക്ക്. ഇവിടെ ഈ രാവിന്റെ വേളയിൽ തന്റെ ചെറിയ കുടുംബത്തിന്റെ സന്തോഷത്തിലേക്ക് കാതോർക്കുകയാണ് ഇദ്ദേഹം. സഹധർമ്മിണിയായ ഗീതയോടും 8ാം ക്ലാസ്സുകാരനായ അഭിഷേകിന്റെയും കാര്യങ്ങൾ ആരാഞ്ഞും ചെറുകുശലങ്ങൾ നടത്തിയും ഒപ്പം ഇന്നിന്റെ സദ്യയുടെ വിശേഷങ്ങൾ ഭാര്യയോട് വിശദീകരിക്കുന്നതിനും ദിനവും സമയം കണ്ടെത്തുന്ന ഇദ്ദേഹം ഇതിനു പുറമെ അഭിഷേകിന്റെ പഠനകാര്യങ്ങളിലും ഒരു പിതാവിന്റെ ശ്രദ്ധ കാട്ടാറുണ്ട്. ഓരോന്ന് പറഞ്ഞും അവ ചൂണ്ടി നൽകിയും പഠനകാര്യങ്ങൾ മകനിലേക്ക് അടിവരയിടുന്ന ഇദ്ദേഹത്തെ തേടി അപ്പോഴും എത്തുകയായിരിക്കും നാളെയുടെ ആഘോഷങ്ങൾ. ആ ഗൗരവമായി നീങ്ങുന്ന ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ വിജയത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം.